ഇന്നലെ വലിയ ചർച്ചയാണ് ഗോവിന്ദചാമിയെ സംബന്ധിച്ച് എല്ലായിടത്തും നടന്നത്. കണ്ണൂർ ജയിലിലെ സുരക്ഷയെ സംബന്ധിച്ചൊക്കെ വലിയ പ്രതിസന്ധിയാണ്. ഒരു 8-10 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്. 30ഓളം ഗോവിന്ദചാമിമാരാണ് ഈ അടുത്ത കാലത്തായി ജയിലുകളിൽ നിന്ന് ചാടിപ്പോയത്. അതിൽ വനിതകളും മോശമല്ല. 12 പേരെ ഇനിയും പിടിക്കാനുണ്ട്. 18 പേരെ തിരിച്ചു പിടിച്ചു. വനിതകളെ 2 പേരെയും തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. റിപ്പർ ജയാനന്ദൻ കണ്ണൂർ ജയിലിൽ നിന്നും ചാടി, പൂജപ്പുരയിൽ നിന്നും ചാടി. വലിയ ചാട്ടമാണ് നടന്നത്. ഇപ്പോൾ നടന്ന ഗോവിന്ദചാമിയുടെ വിഷയത്തിൽ തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട്. താടി വെച്ച ഗോവിന്ദചാമിയാണ് ജയിൽ ചാടിയത്. പക്ഷേ എല്ലാ പത്രങ്ങളിലേക്കും മാധ്യമങ്ങളിലേക്കും ഗോവിന്ദചാമി ചാടി എന്ന് പറഞ്ഞ് പോയ ഫോട്ടോ ആര് കൊടുത്തതാണെന്നറിയില്ല. താടി ഇല്ലാത്ത ഫോട്ടോയാണ് പോയത്. അതിന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തതാണോ അതോ പഴയ ഗോവിന്ദചാമി എടുത്ത് വെച്ചതാണോ? എന്തായാലും ജനങ്ങളിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. രണ്ടാമത്, കമ്പി വളയ്ക്കാനോട്ടുള്ള, കമ്പിയിൽ തുരുമ്പ് പിടിപ്പിക്കാനുള്ള ഉപ്പ് എവിടെ നിന്നാണ് കിട്ടിയത്? അതുപോലെ തന്നെ വാട്ടർ ടാങ്കുകൾ എടുത്തു വച്ചിട്ടാണ് കയറിയെന്ന് പറയുന്നു. അതെവിടെ നിന്ന് കിട്ടി? കറുത്ത കൈലിയും അതുപോലെയുള്ള പാൻറ്റുമൊക്കെ ഡ്രസ്സ് എവിടെ നിന്ന് കിട്ടി? തുടർച്ചയായി ശരീരത്തിൻ്റെ വലിപ്പം കുറച്ച് മെലിഞ്ഞ് വരുമ്പോൾ എന്തുകൊണ്ട് ആരോഗ്യപരമായ പരിശോധനയൊക്കെ നടത്തി എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടുപിടിക്കാത്തത് എന്താണ്? നിരന്തരമായി ജയിലിനകത്തെ സെല്ലിനകത്തുള്ള ചുവരിൽ ചാടി കയറി വ്യായാമം ചെയ്യുമ്പോൾ അതെന്ത് വ്യായാമമാണെന്ന് പരിശോധിക്കാത്തത് എന്താണ്? CCTV എവിടെ പോയി? 24 hours സർവൈലൻസുള്ള CCTV എവിടെ പോയി? അതുപോലെ തന്നെ ഇലക്ട്രിക് മതിലിൻ്റെ പുറത്ത് ചാടിക്കടന്ന ജയിലിൻ്റെ മതിലിൻ്റെ ഏറ്റവും മുകളിൽ ഇലക്ട്രിക് കമ്പികൾ കമ്പി കെട്ടിയാലും ഇലക്ട്രിക് കടത്തിവിടും. ഇലക്ട്രിക് സെൻസിറ്റീവ് ആക്കിയാണ് വെച്ചിരിക്കുന്നത്. കാരണം ആരെങ്കിലും ചാടുകയാണെങ്കിൽ ഷോക്ക് അടിക്കാൻ വേണ്ടി. മരിക്കില്ല, പക്ഷേ ഷോക്ക് അടിക്കും. അതിലൂടെ കറണ്ട് കടത്തിവിടാത്തത് ആരാണ്? 5ഓളം പേർക്ക് അറിയാമെന്ന് പറയുന്നു ഇദ്ദേഹം ചാടുമെന്ന്. 1.5 മാസത്തെ ആസൂത്രണമെന്നും 7 മാസത്തെ ആസൂത്രണമെന്ന് പറയുന്നു. കൂടെ ഒരു ഗോവിന്ദചാമിയുടെ സെല്ലിൽ തന്നെ ഒരു ആളുണ്ടായിരുന്നു. അയാൾ അറിഞ്ഞില്ലയോ? അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്കാണ് ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെ ഉത്തരം കിട്ടേണ്ട കാര്യം പറയുമ്പോഴാണ് പൂജപ്പുരയിൽ നിന്ന് ആളുകൾ മുങ്ങിയിട്ടുണ്ട്, വെയ്യൂർ ജയിലിൽ നിന്ന് മുങ്ങിയിട്ടുണ്ട്, തിരുവനന്തപുരം പാലോട് ഊന്നുംപാറ സ്വദേശിയായ ശില്പ വനിത തന്നെ ചാടിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വർക്കല സ്വദേശിയായിട്ടുള്ള സിന്ധു അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാടി. ബയോഗ്യാസ് പ്ലാന്റിൻ്റെ എൻ്റെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുവന്ന ഇരുമ്പ് കമ്പി ഉപയോഗിച്ച് അതിൽ നനഞ്ഞ ചോർത്തൊക്കെ ചുറ്റി മതിൽ ചാടിയൊക്കെയാണ് അവർ രക്ഷപ്പെട്ടത്. പക്ഷേ അവർ 2 പേരെയും തിരിച്ചു പിടിച്ചു. എന്താണ് നമ്മുടെ ജയിലുകളിൽ സംഭവിക്കുന്നത്? ഇന്നലെ TP സെൻകുമാർ പറഞ്ഞ ഒരു വളരെ വലിയ ഒരു വിഷയമുണ്ട്. അദ്ദേഹം 2013 കണ്ണൂർ ജയിലിൽ സന്ദർശിച്ചപ്പോൾ 8ാമത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് പാർട്ടി ഓഫീസ് പോലെ പ്രവർത്തിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ആളുകളുടെ സുരക്ഷ എന്താണ്? പോലീസിൻ്റെ ഈ സംവിധാനം എന്താണ്? എന്തായാലും കേരള പോലീസിന് അപമാനം ഉണ്ടാകാത്ത നിലയിൽ ഇന്നലെ 4-5 മണിക്കൂറിനകത്ത് പിടിക്കാൻ കഴിഞ്ഞു. പക്ഷേ 200 മീറ്റർ അദ്ദേഹം സെല്ലിൽ നിന്നിറങ്ങി 200 മീറ്ററോളം കഴിഞ്ഞിട്ടാണ് മതിൽ കയറുന്നത്. അതിന് പുറത്തിറങ്ങിയ ശേഷം 1-2 കിലോമീറ്റർ നടന്നാണ് അദ്ദേഹം മറ്റൊരു സ്ഥലത്തെത്തുന്നത്. ഈ സമയത്തൊന്നും അദ്ദേഹത്തെ കാണുവാനോ പിടിക്കുവാനോ പോലീസിന് കഴിഞ്ഞില്ല. ഒരു സ്കൂട്ടർ യാത്രക്കാരനും ആട്ടോ ഡ്രൈവറുമാണ് ആദ്യം തിരിച്ചറിഞ്ഞത്. മുമ്പേ നടന്നുപോയ ഒരാളിനെ സംശയം തോന്നിയുണ്ട് എടാ ഗോവിന്ദചാമി എന്ന് വിളിച്ചപ്പോൾ ഓടിക്കളഞ്ഞതാണ്. പിന്നെ അദ്ദേഹം ഓടി കാട് പിടിച്ചൊരു പ്രദേശത്തൂടെ ചാടി അവസാനം ഒരു കിണറ്റിനകത്ത് എടുത്ത് ചാടി. കിണറ്റിനകത്ത് ചാടിയപ്പോൾ അവിടെ പോയി നോക്കിയ ആളിനോട് പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങിയാൽ തന്നെ കുത്തിക്കൊല്ലും, പറഞ്ഞു കൊടുക്കരുതെന്ന്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് വളരെ തമാശ, അവസാനം ഇദ്ദേഹത്തെ ഈ വലിയ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ, പോലീസിൻ്റെ ബസ്സിൽ കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ടാറ്റ പറയുന്നുണ്ട്, മാധ്യമങ്ങൾക്കെല്ലാം ടാറ്റ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും വരാം, എനിക്കിനി ഒരു ആയുസ് കൂടിയുണ്ട്, ഞാൻ നന്നായി പുറത്തു വരും. അദ്ദേഹം ഇന്നലെ പറഞ്ഞു എന്ന് പറയുന്നു, വഴിയിലിരിക്കുന്ന പാൽപ്പായസം ആരാണ് കുടിക്കാത്തത് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയെക്കുറിച്ചാണ് പറഞ്ഞത്, സൗമ്യയെക്കുറിച്ചാണ് പറഞ്ഞത്. വളരെ മോശമായിപ്പോയി. എത്ര ധാർഷ്ട്യവും തൻ്റെ ഇടവുമുണ്ട്. ഇനിയും ചില ചോദ്യങ്ങളുണ്ട്. ഒരു യാചകനെ പോലെ നടന്ന, ലഹരി പദാർത്ഥങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒറ്റക്കയ്യനായിരുന്ന ഗോവിന്ദചാമിക്ക് തൃശ്ശൂർ ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് പറയാൻ ആളൂരിനെ പോലെയുള്ളൊരു വക്കീലിനെ കിട്ടാനുള്ള തുക കൊടുത്തത് ആരാണ്? ഏത് ലോബിയാണ് കൊടുത്തത്? ലഹരി മരുന്നിൻ്റെ ലോബിയാണോ?
ഏത് സംഘമാണ് പണം കൊടുത്തത്? ഇതെല്ലാം വലിയ ചോദ്യമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടേണ്ടത്. ഇന്നലെ ഗോവിന്ദച്ചാമിയെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ സൗമ്യയുടെ അമ്മ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ ജീവിക്കണം. ഗോവിന്ദച്ചാമിമാർ ഇങ്ങനെ വിലസ് നടന്നാൽ എന്താണ് സംഭവിക്കുക? ഇപ്പോഴും നമുക്കൊരു സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ചേകന്നൂർ മൗലവിയെ കൊന്ന ആളിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പലതും പോലീസിന് ഇപ്പോഴും അപമൃത്യുവായി അല്ലെങ്കിൽ അപമാനമായി നിൽപ്പുണ്ട്. 12 പേരെ ഇനി കള്ളന്മാർ ചാടിപ്പോയ 12 പേരെയും കിട്ടിയിട്ടില്ല. അവരെല്ലാം ഈ ചാടിപ്പോയവരൊക്കെ നല്ല പിള്ള ചമയുകയും ഓഫീസർമാരെ കണ്ടാൽ വളരെ വിനയത്തോടെ ജയിലിൽ കഴിയുകയും സൗകര്യം കിട്ടുമ്പോൾ ചാടിക്കളയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ അവസാനമായി ഒരു വാക്ക് പറയട്ടെ. കണ്ണൂരിലെ ജയിൽ 32 ഏക്കറിലുള്ള ജയിൽ അവിടെ നിന്ന് മാറ്റി അത് കണ്ണൂരിൽ ടൗൺഷിപ്പ് പണിയണം. ആ കണ്ണൂർ ജയിൽ കാസർഗോഡേക്കോ അല്ലെങ്കിൽ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് കോഴിക്കോടേക്കോ അല്ലെങ്കിൽ കണ്ണൂരിലെ ഏതെങ്കിലും ഗ്രാമങ്ങളിലേക്കോ അത് കൊണ്ടുപോകണം. എന്നിട്ട് ആ ടൗൺ തീർച്ചയായിട്ടും അവിടെ നിന്നത് മാറ്റി അത് അവിടെ ടൗൺഷിപ്പ് പണിയാനുള്ള സംവിധാനം ഗവൺമെൻറ് ആലോചിക്കണം. മറ്റേതെങ്കിലും ജില്ലയിലൊക്കെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. കണ്ണൂർ കിടക്കുന്നത് കൊണ്ടാണ് ഈ പൊളിറ്റിക്സും ഈ പറയുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടെ കിടന്ന് കറങ്ങുന്നത്. എന്തായാലും കണ്ണൂരിലെ ജയിലിൽ ഇത് സംഭവിച്ചത് മറ്റൊരു സ്ഥലത്ത് സംഭവിക്കാതിരിക്കട്ടെ. ഗോവിന്ദച്ചാമിമാർ ഒരു പോലീസ് ഓഫീസറുടെ ഒരു സാധാരണക്കാരൻ്റെ ഒരു ദൃക്സാക്ഷിയുടെ ഒരു വാക്കാണ് ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷയിൽ നിന്ന് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. വാക്ക് മറ്റൊന്നുമില്ല. ഈ സൗമ്യ തന്നെത്താനെയാണ് ചാടിയത്, ചവിട്ടി തള്ളിയിടുന്നത് കണ്ടില്ല എന്നുള്ള ഒരൊറ്റ വാക്ക് അത് എഴുതി പിടിപ്പിച്ചതാണ്. അത് FIRൽ പോലീസുകാരൻ എഴുതി പിടിപ്പിച്ചതാണോ അത് സത്യം അതാണോ എന്താ നമുക്കറിയില്ല. കാരണം വളരെ സ്വാധീനമുള്ള ആളാണ് ഗോവിന്ദച്ചാമി. അതുകൊണ്ട് FIRൽ അത് കയറി വന്നതാണോ എന്നറിയില്ല. എന്തായാലും എങ്ങനെയായാലും ഗോവിന്ദച്ചാമി ഇപ്പോൾ അകത്തായി. നമുക്ക് ബാക്കി കാണാം. അദ്ദേഹം എന്തായാലും എല്ലാവർക്കും ടാറ്റ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദച്ചാമി അകത്ത് കിടക്കട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നാലെ നോക്കാം.